ഹലോ ഹായ് എല്ലാവർക്കും ലേയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലെ ജോബ് അപ്ഡേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ കുറേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ഇടുന്നൊരു ചാനലാണ് നമ്മൾ ലേണിനോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 1000 ക്രെഡിറ്റ് ഓഫീസേഴ്സിൻ്റെ വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 1000 ക്രെഡിറ്റ് ഓഫീസേഴ്സിൻ്റെ വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ബിരുദധാരികൾക്കാണ് കേട്ടോ അവസരം. ക്രെഡിറ്റ് ഓഫീസർ ഇൻ മെയിൻ സ്ട്രീം, അതായത് ജനറൽ ബാങ്കിംഗ് തസ്തികയിലാണ് നിയമനം. ഫെബ്രുവരി 20 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് കോഴ്സിലേക്കാണ് പ്രാഥമിക നിയമനം നടക്കുന്നത്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവരെ JMGS ഗ്രേഡ് 1 വിഭാഗത്തിലാണ് നിയമിക്കാൻ പോകുന്നത്. ഇത് യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ 60% മാർക്കോടെ ബിരുദം. അപ്പോൾ ഡിഗ്രിയാണ് അവർ പറയുന്നുള്ളൂ. 60% മാർക്ക് വേണം. ഇനി SC ST അങ്ങനെ ബാക്കിയുള്ളവർക്ക് ഭിന്നശേഷിക്കാർക്കും 55% മാർക്ക് മതിയാവും. പ്രായം എന്ന് പറയുന്നത് 20-30 ആണ്. 5 വർഷം ഇളവ് പട്ടികവിഭാഗക്കാർക്കുണ്ട്. അതുപോലെ തന്നെ മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് 3, ഭിന്നശേഷിക്കാർക്ക് 10 വർഷം ഇളവുണ്ട്. വിധവകൾക്കും വിവാഹമോചനം നേടിയ വനിതകൾക്കും 35 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റും. ഇതിൽ സാലറി സ്കെയിൽ വന്നിട്ട് 48,480 to 85,920 ആണ് പറയുന്നത്. 48,480 രൂപ മുതൽ 85,920 രൂപ വരെയാണ് അതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത്. ഓൺലൈൻ പരീക്ഷ ഉണ്ടായിരിക്കും, അതും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ. ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കാൻ പോകുന്നത്. അപേക്ഷാ ഫീസ് 750 രൂപയാണ്. ഫീസ് നമുക്ക് ഓൺലൈനായിട്ടും അടയ്ക്കാം. പട്ടികവിഭാഗം വനിതാ ഭിന്നശേഷിക്കാർക്ക് 150 രൂപ മതിയാവും. ഇനി ഓൺലൈൻ രജിസ്ട്രേഷനും വിജ്ഞാപനത്തിന്റെ വിശദ വിവരങ്ങളും അറിയണമെങ്കിൽ www.centralbankofindia.co.in നോക്കിയാൽ മതിയാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യം പറഞ്ഞു. ഇനി ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ 172 ഓഫീസേഴ്സിന്റെ ഒഴിവ് വന്നിട്ടുണ്ട്. ജോലി പരിചയമുള്ളവർക്കാണ് അവസരം. ഫെബ്രുവരി 17 വരെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. സ്കെയിൽ 2, 3, 4, 5, 6, 7 വിഭാഗങ്ങളിലാണ് ഒഴിവ്. ക്രെഡിറ്റ്, ഇന്റഗ്രേറ്റഡ് റിസ്ക് മാനേജ്മെന്റ്, IT, ഡിജിറ്റൽ ബാങ്കിംഗ്, IT സെക്യൂരിറ്റി, IS ഓഡിറ്റ്, CDO അങ്ങനെ തുടങ്ങിയ വിഭാഗങ്ങളിലാണ് അവസരം. ഓൺലൈൻ രജിസ്ട്രേഷനും വിജ്ഞാപനത്തിനും www.bankofmaharashtra.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. അവിടെ 172 ഓഫീസേഴ്സിന്റെ വേക്കൻസിയാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ വന്നിരിക്കുന്നത്. ഇനി SBIയിൽ 42 ഓഫീസേഴ്സിന്റെ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വിഭാഗങ്ങളിൽ 42 ഒഴിവ് വന്നിട്ടുണ്ട്. ഫെബ്രുവരി 24 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഡെപ്യൂട്ടി മാനേജർ ഡേറ്റ സയന്റിസ്റ്റ് തസ്തികയിൽ 29 ഒഴിവും മാനേജർ ഡാറ്റ സയന്റിസ്റ്റ് തസ്തികയിൽ 13 ഒഴിവാണുള്ളത്. ജോലി പരിചയമുള്ളവർക്കാണ് അവിടെ അവസരം ലഭിക്കാൻ പോകുന്നത്. വിവരങ്ങൾക്ക് www.bank.sbi അല്ലെങ്കിൽ www.sbi.co.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഡൽഹിയിൽ സെറ്റിൽ ആവാൻ ആഗ്രഹമുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ പവർ ഫിനാൻസ് കോർപ്പറേഷനിൽ 30 ഓഫീസേഴ്സിന്റെ ഒഴിവ് വന്നിട്ടുണ്ട്. ഡൽഹിയിലെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഓഫീസർ, ഡെപ്യൂട്ടി ഓഫീസർ തസ്തികകളിലായിട്ട് 30 ഒഴിവ് വന്നിട്ടുണ്ട്. ഫെബ്രുവരി 13 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഇതിൽ യോഗ്യത എന്ന് പറയുന്നത് BE അല്ലെങ്കിൽ BTech, MBA, LLB, കമ്പനി സെക്രട്ടറി, 1 വർഷ പരിചയം, ഇതൊക്കെയാണ് യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗുകാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഇത്. പവർ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഡൽഹിയിലാണ്. ശമ്പളം ഓഫീസേഴ്സിന് 50,000 to 1,60,000 വരെ അവർ സാലറി സ്കെയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെപ്യൂട്ടി ഓഫീസേഴ്സിന് 40,000 to 1,40,000 വരെ ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്നുണ്ട്. www.pfcindia.com എന്നുള്ളതാണ് അതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, www.pfcindia.com. ഓക്കെ, 30 ഒഴിവാനുള്ളത് കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 13 വരെയാണ്. യോഗ്യത പറഞ്ഞല്ലോ, BE, BTech, MBAക്കും പറ്റും, LLBക്കും പറ്റും, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി. ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഓഫീസേഴ്സിന് സാലറി സ്കെയിൽ പറഞ്ഞു, ഡെപ്യൂട്ടി ഓഫീസേഴ്സിനും സാലറി സ്കെയിൽ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.pfcindia.com എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. ഓക്കെ,
അപ്പോൾ ഒറ്റ വീഡിയോ നിങ്ങൾ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 1000 ക്രെഡിറ്റ് ഓഫീസേഴ്സിൻ്റെ ഒഴിവ്, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ 172 ഓഫീസേഴ്സിൻ്റെ ഒഴിവ്, SBIയിൽ 42 ഓഫീസേഴ്സിൻ്റെ ഒഴിവ്, അതുപോലെ തന്നെ പവർ ഫിനാൻസ് കോർപ്പറേഷനിൽ 30 ഓഫീസേഴ്സിൻ്റെ ഒഴിവ്. ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.